ഹലോ ഗൈസ്, ഇന്നലെ മറ്റൊരു സിനിമയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നുണക്കുഴിയായിരുന്നു. അപ്പോൾ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ജിത്തു ജോസഫ് ആണ് അതിന്റെ ഡയറക്ടർ, അതേപോലെ തന്നെ കൃഷ്ണകുമാറാണ് റൈറ്റർ. പെർഫോം ചെയ്തേക്കുന്നത് ഗ്രേസ് ആന്റണി ഉണ്ട്, സിദ്ദിഖിക്ക് ഉണ്ട്, മനോജ് കെ ജയൻ, ബേസിൽ, ബൈജു ചേട്ടൻ തുടങ്ങി സൈജു കുറുപ്പ് തുടങ്ങിയ ഒരു ക്രൂ ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അതായത് അതിനകത്ത് കോമഡിയൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട്, അതായത് നാച്ചുറൽ ആയിട്ടല്ല, ഭയങ്കര പറഞ്ഞ് പറയിപ്പിക്കുന്നത് പോലെ ഡയലോഗ്സ് ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് വൈസ് ഇത് ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് കുറച്ച് മാനിപ്പുലേഷൻ ഫീൽ ചെയ്തു. അതായത് ചിരിക്കാൻ വേണ്ടി പറയുന്നത് പോലെ, അല്ലാണ്ട് ആ ഒരു സന്ദർഭോചിതമായിട്ടുള്ള കോമഡി ആയിട്ടൊന്നും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്തില്ല. കുറച്ച് ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിക്കും ബൈജു ചേട്ടനും ബേസിലും എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെടുന്ന, കുറേയൊക്കെ ചിരിക്കാൻ പറ്റുന്ന, കണക്ട് ആവുന്ന രീതിയിലുള്ള കുറേ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ സിനിമയെ വിലയിരുത്തുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് നല്ലൊരു അഭിപ്രായമല്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളാം, നമുക്ക് കുറേയൊക്കെ ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ്, ഫാമിലിയോ യൂത്തോ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പോയാലും അതിൽ ചിരിക്കാനുള്ള ഒരു എലമെന്റ്സ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതാണ് എനിക്ക് മൊത്തത്തിൽ നുണക്കുഴിയെ പറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് സിനിമ, അല്ലാണ്ട് ഒരു ഭയങ്കര കിടില സിനിമ, തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ, ഭയങ്കര ക്വാളിറ്റിയുള്ള സിനിമയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. തികച്ചും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അതല്ല കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.